വാർദ്ധക്യത്തിൽ ആരും സംരക്ഷിക്കാനില്ലാതെ കഴിഞ്ഞിരുന്ന പത്തിയൂർ മാളിയേക്കൽ ആന്റണിക്ക് ഗാന്ധിഭവൻ സ്നേഹവീട്ടിൽ അഭയം. കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ആന്റണിയുടെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് സ്നേഹവീട്ടിൽ അഭയം സജ്ജമായത്. വാർദ്ധക്യത്തിൽ ആരും സംരക്ഷിക്കാനില്ലാതെ കഴിഞ്ഞിരുന്ന പത്തിയൂർ മാളിയേക്കൽ ആന്റണിക്ക് ഗാന്ധിഭവൻ സ്നേഹവീട്ടിൽ അഭയമൊരുക്കി. കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി മുമ്പാകെ പൊതുപ്രവർത്തകനായ ചെമ്പകപ്പള്ളി ഷാഫി നൽകിയ അപേക്ഷയെ തുടർന്നാണ് കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ആന്റണിയുടെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ ഗാന്ധിഭവനോട് ആവശ്യപ്പെട്ടത്. ഈ പ്രദേശത്തൊക്കെ പറമ്പിൽ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരച്ഛനായിരുന്നു ആന്റണി അച്ഛൻ. ഇദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുമ്പ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രാങ്കണത്തിൽ അന്തേവാസിയാവുകയും അവിടെ നിന്ന് സുഖമില്ലാതെ ഓച്ചിറ സ്റ്റാർ ഹോസ്പിറ്റലിൽ എത്തിയ വിവരം എന്നെ ചെമ്പകപ്പള്ളി ഷാഫിയും അതുപോലെ തന്നെ കണിയാമ്പറമ്പിൽ സിയാദും അറിയിക്കുകയും അവരുടെ നിർദ്ദേശാനുസരണം അവരോടൊപ്പം ഞാൻ സ്റ്റാർ ഹോസ്പിറ്റലിൽ പോയി കാണുകയും ഐസിയുവിലെ ഒബ്സർവേഷൻ റൂമിൽ ഏകദേശം 1 ആഴ്ചയോളം കിടക്കുകയും ചെയ്തു. അതിനുശേഷം പൊതുപ്രവർത്തകൻ കൂടിയായ ശ്രീ ഷാഫി ചെമ്പകപ്പള്ളി സാമൂഹ്യനീതി വകുപ്പിനും അതുപോലെ തന്നെ കോടതി മുഖാന്തരവും തുടർ നടപടികൾ ആരംഭിച്ചു. അങ്ങനെ ഷമീർ BDC എന്ന സഹോദരൻ അതിൻ്റെ ഡയറക്ടർ സ്നേഹഭവൻ്റെ ഡയറക്ടർ ബന്ധപ്പെടുകയും അവരുടെയൊക്കെ ശ്രമഫലമായി കോടതി ഉത്തരവോടുകൂടി തന്നെ ആന്റണി അച്ചായനെ ഹരിപ്പാട്ടെ സ്നേഹഭവനിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. എരുവ പ്രദേശത്ത് പരിസരം വൃത്തിയാക്കുന്ന ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു ആന്റണി. പ്രായാധിക്യവും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായതിനെ തുടർന്ന് ഓച്ചിറ ക്ഷേത്ര പരിസരത്ത് അഭയം പ്രാപിച്ചു. തുടർന്ന് രോഗാവസ്ഥയിൽ ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്ന വിവരമറിഞ്ഞ കായംകുളം നഗരസഭാ കൗൺസിലർ വള്ളിയിൽ റസാക്കും പൊതുപ്രവർത്തകരായ മുഹമ്മദ് ഷാഫിയും സിയാദ് കണിയാമ്പറമ്പിലും ചേർന്ന് ആന്റണിയെ കൂട്ടിക്കൊണ്ടുവരികയും കൗൺസിലർ വള്ളിയിൽ റസാക്ക് വീട്ടിൽ അഭയം നൽകി വരികയുമായിരുന്നു. തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. പ്രവാസിയായിരുന്ന ആന്റണി നാട്ടിലെത്തിയ ശേഷം കൂലിപ്പണി ചെയ്താണ് ജീവിച്ചു വന്നിരുന്നത്. സ്വന്തമായി വീടോ തലചായ്ക്കാൻ ഇടമോ ഇല്ലാതായതോടെ ആന്റണി ഓച്ചിറയിൽ എത്തുകയായിരുന്നു. പുതുവർഷം ഏതായാലും ആന്റണിക്ക് സമാശ്വാസം പകരുന്നതാണ്. പത്തനാപുരം ഗാന്ധിഭവന്റെ ശാഖയായ ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീട്ടിലേക്ക് പുനലൂർ സോമരാജന്റെ നിർദ്ദേശാനുസരണം ഡയറക്ടർ മുഹമ്മദ് ഷമീർ ഏറ്റെടുക്കുകയായിരുന്നു. CDNet ന്യൂസ്, കായംകുളം.